അശ്വമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദനൻ പണിക്കർ, അകത്തേത്തറ കളരിക്കൽ, പാലക്കാട്. എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും 2024 വർഷം എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവാനായി കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഈ വർഷത്തിൽ നമുക്ക് കാത്തിരിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്ന പക്ഷം അതാത് കാലത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് സഹായകമാകും. ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് എല്ലാ വീഡിയോയുടെയും വിശദാംശങ്ങളും അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചാനൽ മെയിൻ പേജിൽ കയറി ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയുടെയും വിശദാംശങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വളരെ വിശദമായിട്ട് തന്നെ സമയബന്ധിതമായിട്ട് കാണാനെ കൊണ്ട് ശ്രമിക്കണം എന്ന് അഭിപ്രായപ്പെടുകയാണ്. ജ്യോതിഷപരമായിട്ടുള്ള ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന പക്ഷം മറുപടി കൊടുക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് നേരിൽ വരികയോ ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളോ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ചിങ്ങൻ രാശിക്കാർക്ക് ഈ 2024 പുതുവർഷത്തിൽ വർഷാരംഭത്തിൽ അല്പം ദൂരദേശയാത്രകൾ വേണ്ടിവരും എന്ന് സൂചിപ്പിക്കുന്നു. എങ്കിലും നമുക്ക് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. തുടക്കത്തിൽ ചെറിയ ഒരു മനക്ലേശങ്ങളോ ചെറിയ അപകട ഭയങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുള്ള ആവശ്യം പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള മനക്ലേശങ്ങളൊക്കെ സംഭവിക്കാം, ചെറിയ നഷ്ടങ്ങളോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത തുടക്കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും ക്രമേണ അതെല്ലാം നമുക്ക് മാറി കിട്ടാനും അതുപോലെ തന്നെ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി നമുക്ക് കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തിക്കാനും സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. എങ്കിലും ഈ വർഷം പൊതുവേ നമുക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധിയും കർമ്മരംഗത്ത് അഭിവൃദ്ധിയും പലതരത്തിലുള്ള പല മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പുരോഗതികളും ദാമ്പത്യ സുഖക്കുറവെല്ലാം മാറി ദാമ്പത്യ സൗഖ്യങ്ങളും ഉണ്ടാവും എന്ന് സൂചന തരുന്നു. മനസ്സിന് പല ചിന്തകളും അലട്ടിക്കൊണ്ടിരിക്കും. അതിന് ഈശ്വര്യമായിട്ടുള്ള കാര്യങ്ങളും ധർമ്മകാര്യങ്ങളും എല്ലാം ചെയ്ത് പ്രാർത്ഥനകളും ഉപാസനകളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. ആവശ്യമുള്ള പക്ഷം ദോഷപരിഹാരങ്ങളെല്ലാം ചെയ്ത് പ്രാർത്ഥിക്കുകയും വേണം എന്നുള്ളൊരു സൂചന ഈ വർഷം നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൂടിയാലോചനകളും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ളതായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് ഈ വർഷം ഉണ്ട് എന്നുള്ള സൂചന കൂടി നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ യാത്രാ കാര്യങ്ങളൊക്കെ ധാരാളം വേണ്ടിവരും. അല്പം ചെലവ് ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ചില വ്യക്തികൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ റെനോവേഷൻ വർക്കുകൾക്കായിട്ട് ധനം വിനിയോഗിക്കുകയോ വസ്തുവാഹനങ്ങൾ വാങ്ങിക്കാനുള്ള ശ്രമങ്ങളോ ഒക്കെ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്വജനങ്ങൾ മുഖാന്തരം ചില വിരോധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത, സ്വന്തം ബന്ധങ്ങൾ അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ളതായിട്ട് വ്യക്തികളിൽ നിന്നും ചില മനക്ലേശങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതല്പം ശ്രദ്ധിക്കണം. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങളോ വ്യവഹാരങ്ങളോ ഫേസ് ചെയ്യാനുള്ള സാധ്യത ഈ വർഷം പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം നിയമാനുസൃതം ചെയ്ത് മുന്നോട്ട് പോവുകയും മധ്യസ്ഥ ചർച്ചകളിലൂടെ അതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുകയും വേണം എന്നുള്ള ഒരു അഭിപ്രായം ഈ വർഷം കാണുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്പം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും. എല്ലാം ഒരു ബഡ്ജറ്റിൽ ഇട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും.
പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ തീരുമാനം ഈ വർഷം കൈക്കൊള്ളേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നു. അത് നല്ല രീതിയിൽ അത് മധ്യസ്ഥ ചർച്ചകളോടെ പരിഹരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം കൂടി വന്നു ചേരും എന്നാണ് കാണുന്നത്. അതുപോലെ വസ്തുവാഹന യോഗങ്ങൾ, ക്രയവിക്രയങ്ങൾ എന്നിവ നടക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. അനാവശ്യ ചിന്തകളെ കൊണ്ട് പലതരത്തിലുള്ള കലഹങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ നമ്മൾ കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും അത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകളും ഗവൺമെൻറ് പരമായിട്ടുള്ള അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഈ വർഷം സൂചിപ്പിക്കുന്നു. പഠനവുമായിട്ട് ബന്ധപ്പെട്ട ദൂരദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് അല്പം തടസ്സങ്ങൾ നേരിടും എന്നുള്ള സൂചന തരുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും കരുതലും ഈ വർഷം വേണം. അലസത, മടി മുതലായിട്ട് കാര്യങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് കൂടുതൽ പഠനത്തിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ദോഷപരിഹാരങ്ങൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതുണ്ട് ഈ വർഷം. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്കെല്ലാം സ്കോർ ചെയ്യാനായിക്കൊണ്ട് സാധിക്കൂ എന്നൊരു സൂചന കൂടിയാണ് തരുന്നത്. അതുപോലെ തന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട ചില ആനുകൂല്യങ്ങൾ ഈ വർഷം വന്നു ചേരും എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. വിവാഹമംഗളകർമ്മങ്ങൾ അല്പം വൈകിയാണ് നടക്കുക. ചില തീരുമാനങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 2 വട്ടം ആലോചിച്ച് പതുക്കെ തീരുമാനം കൈക്കൊള്ളുന്നത് നന്നായിരിക്കും. വേണ്ട വിധത്തിൽ അന്വേഷണങ്ങളെല്ലാം നടത്തി വേണ്ട നമ്മൾ ജാതകശാലയുടെ സമയസന്ദർഭങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു നല്ല സമയം തിരഞ്ഞെടുത്ത് വിവാഹത്തിന് ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു. നിലവിൽ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിക്കൊണ്ടുള്ള ശ്രമങ്ങളും പ്രാർത്ഥനകളും വേണം എന്നുള്ളതും സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ട ഒരു വർഷമായിട്ടാണ് ഈ വർഷം കാണുന്നത്. പലതരത്തിലുള്ള വ്യവഹാരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ചിലർക്ക് അല്പം മാറി താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളോ ഒക്കെ വരാം. അതുപോലെ ഈ അകന്ന് കഴിയുന്നവർക്ക് അടുത്തുകൂടി വരാനുള്ള സാഹചര്യങ്ങളുണ്ടാവും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. സന്താനക്ലേശങ്ങൾ നേരിടാം. എങ്കിലും ആ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും നല്ലവണ്ണം നമ്മൾ ചെയ്ത് അവരുടെ സമയസന്ദർഭങ്ങളെ നോക്കി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ചിലർക്ക് വാഹനം കൊണ്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കാം എന്ന് പറയുന്നു. അപകടങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃഷി നാൽക്കാലികൾ മുഖാന്തരം ചെറിയ നഷ്ടങ്ങൾ വരും എന്നാണ് ഈ വർഷം പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ലാഭം കൈവരിക്കാൻ സാധിക്കില്ല. എങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നീക്കുപോക്കുകളൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ അധിക ചെലവുകൾ, അനാവശ്യ യാത്രകൾ, മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് അത് നഷ്ടപ്പെടുന്നതായിട്ടുള്ള ചില അവസ്ഥകൾ, തിരിച്ചു കിട്ടാത്ത ചില അവസ്ഥകൾ ഒക്കെ ഈ വർഷം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. എല്ലാം ഒരു രേഖാമൂലം നമ്മൾ മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. വാക്കാലുള്ള കാര്യങ്ങൾ അത്ര കണ്ട് ഗുണം ചെയ്യില്ല എന്നുള്ള സൂചന കൂടി നമുക്ക് ഈ വർഷം തരുന്നുണ്ട്. എങ്കിലും ക്രമേണ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടാനും വാണിജ്യ വ്യവസായ രംഗങ്ങൾ തീർച്ചയായിട്ടും അഭിവൃദ്ധി ഉണ്ടാവാനും കലാ സാംസ്കാരിക മേഖലയിൽ നല്ല ഉണർവുകൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ധനസ്ഥിതി മെച്ചപ്പെട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവാനും പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ഈ വർഷം ഉണ്ടാവും എന്നുള്ള സൂചന നമുക്ക് തരുന്നു. അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ നമ്മളെ തേടിയെത്തും. അർഹിക്കുന്ന അംഗീകാരങ്ങളും ക്രമേണ വന്നു ചേരും. പ്രത്യേകിച്ച് എന്തെങ്കിലും അവാർഡുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ തേടി വരും എന്നുള്ളതും ഈ വർഷം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ശനിദോഷ പരിഹാരങ്ങളൊക്കെ ഈ വർഷം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ രാഹുദോഷ പരിഹാരങ്ങളും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ശാസ്താപ്രീതിക്കുള്ള കാര്യങ്ങളും ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നതും ശിവാരാധന ചെയ്യുന്നതും ശനീശ്വര പ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നന്നായിരിക്കും. അതേപോലെ ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേക അർച്ചനകൾ ചെയ്യുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളൊക്കെ ദർശനം ചെയ്യുന്നതും നന്നായിരിക്കും. ശബരിമല കയറിയിറങ്ങുന്നത് ഏറ്റവും നല്ല ഫലമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അത്തരം ആരാധനയും അവരവരുടെ ഉപാസന കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നതും ധർമ്മകാര്യങ്ങളിൽ നമുക്ക് സമയം ചെലവഴിക്കുന്നതും ചാരിറ്റി മുതലായിട്ട കാര്യങ്ങൾ യഥാശക്തിക്ക് നമ്മൾ ചെയ്യാനായിക്കൊണ്ട് ശ്രമിക്കുകയും അതേപോലെ അശരണർക്കും അഗതികൾക്കും വേണ്ടതായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നമ്മളെക്കൊണ്ട് ആവുവിധം ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു.
അപ്പോൾ ദോഷങ്ങളെയൊക്കെ നമ്മൾ ധർമ്മകാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ പുണ്യാംശം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മളതിനെ മറികടക്കേണ്ടത് എന്നുള്ളതും എല്ലാം പക്ക പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പോവരുത് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അവരവരുടെ ജാതകങ്ങൾ പരിശോധിച്ച് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പക്ഷം ഏറെക്കുറെ നമുക്ക് ഈ വർഷം ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വർഷമായി മാറ്റാനായിക്കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ഈ ഒരു അറിവ് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എല്ലാ വീഡിയോയും കാണാനായിക്കൊണ്ട് ക്ഷമിക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.